ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രപ്പഴവും അവലും ഒക്കെ വെച്ചിട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇതുണ്ടാക്കുന്നതിനായി ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 അച്ച് വെല്ലം ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ മധുരം ആവശ്യമുള്ളവർ ഒരച്ചും കൂടി ചേർക്കാം. ഇപ്പോൾ വെല്ലം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അത് ഈ രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ശർക്കര പാനിയിലേക്ക് ഒരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത പഴം എടുക്കണം. അതിതുപോലെ 4ആയി കീറിയിട്ട് ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഴം ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 5-10 മിനിറ്റ് പിടിക്കും. ഇനി പഴം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ 1 കപ്പ് തേങ്ങ ചെരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചെരുകിയതും ഒരു 5 മിനിറ്റ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് 2-3 ഏലക്ക പൊടിച്ചിടാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയുടെ ഒപ്പം കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുള്ളതാണ്. അതും കൂടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കശുവണ്ടിയാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഉണക്കമുന്തിരിയോ നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇടാം. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വല്ലാതെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു ലൈറ്റ് മധുരത്തിലാണ് കിട്ടുക. ഞാൻ 2 അച്ച് ശർക്കരയെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. അവലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ അവലൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം നമ്മുടെ ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അവലും നേന്ത്രപ്പഴവും കൂടി വിളയിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഓർക്കണേ. താങ്ക്